അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ ഇനി നമുക്ക് എടുക്കാനുള്ളത് ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾസ് ആണ്. നമ്മളിപ്പോൾ ലീനിയർ ഇക്വേഷൻ വൺ വേരിയബിൾ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ടു വേരിയബിൾസ് ഉള്ളത് പറയുന്നത്. അതായത് ലീനിയർ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അതിൽ ശ്രദ്ധിക്കേണ്ട എന്താണ്, അതിൻ്റെ പവർ, അതിൻ്റെ വേരിയബിൾ ഉണ്ടാവും. ഉദാഹരണത്തിന് 5x എന്നുള്ള ഒരു ലീനിയർ ഇക്വേഷൻ ആണ്. കാരണം എക്സ് എന്നുള്ള വേരിയബിളിൻ്റെ പവർ എന്തായിരിക്കും, എപ്പോഴും ഒന്നായിരിക്കും. അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ലീനിയർ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്, ആ എക്സ് എന്നുള്ള വേരിയബിളിൻ്റെ പവർ എപ്പോഴും എന്തായിരിക്കും, ഒന്നായിരിക്കും. അങ്ങനെയുള്ള വേരിയബിളുള്ള ആൾജിബ്രിക് എക്സ്പ്രഷൻസിനാണ് എന്ത് പറയുന്നത്, ലീനിയർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. അപ്പം മറക്കരുത്. അപ്പോൾ വൺ വേരിയബിൾ ആകുമ്പോൾ എന്തുണ്ടാവുള്ളൂ, ഒരേ ഒരു വേരിയബിളേ ഉണ്ടാവുള്ളൂ. ടു വേരിയബിൾ ആകുമ്പോൾ രണ്ട് വേരിയബിൾ ഉണ്ടാവും. അതാണ് 5x പ്ലസ് 4y. അപ്പോൾ എക്സ് എന്നുള്ള വേരിയബിൾ ഉണ്ട്, വൈ എന്നുള്ള വേരിയബിൾ ഉണ്ട്. അതാണ് എന്ത്, ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ അത് തുടങ്ങുന്നത് തന്നെ. അപ്പോൾ രണ്ട് വേരിയബിൾ ഉണ്ടാകുന്ന മനസ്സിലായി. ഇനി രണ്ട് വേരിയബിൾ, അതിൻ്റെ പ്രത്യേകതകളും അതെങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിലൊരു ഉദാഹരണം പറയുന്നുണ്ട്. നെഹ ഒരു മാർക്കറ്റിൽ പോയി പെൻസിലും പെന്നും വാങ്ങാൻ. അപ്പോൾ ഒരു പെൻസിലിൻ്റെ കോസ്റ്റ് 2 രൂപയാണ്. 2 രൂപയാണ് ഒരു പെൻസിലിനുള്ളത്. അതുപോലെ തന്നെ ഒരു പെന്നിന് 4 രൂപയാണ്. മൊത്തം 50 രൂപ അവർ ചിലവാക്കിയിട്ടുണ്ട് നെഹ. എന്നാൽ എത്ര പെൻസിലും എത്ര പെന്നും വാങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ചോദ്യം. ശ്രദ്ധിക്കുക, 50 രൂപക്കാണ് വാങ്ങിയത്. ഒരു പെൻസിലിന് 2 രൂപ, ഒരു പെന്നിന് 4 രൂപ. അപ്പം 50 രൂപക്ക് മൊത്തം വാങ്ങി. എന്നാലും നമുക്കറിയില്ല എത്ര രൂപക്കാണ് വാങ്ങിയെന്നുള്ളത്. 50 രൂപക്കാണ് മൊത്തം. പക്ഷെ എത്ര പെൻസിലും എത്ര പെന്നും ഈ 50 രൂപക്ക് വാങ്ങിയെന്നുള്ളത് അറിയില്ല. അപ്പോൾ അതിന് നമ്മളിപ്പോൾ ഉപയോഗിക്കും എന്താണ്, എക്സും വൈ എന്നുള്ള വേരിയബിൾസ് ഉപയോഗിക്കും. ഓക്കെ, കാരണം എന്താണ്, നമുക്കുള്ള ക്ലൂ എന്താണ്, മൊത്തം 50 രൂപ ചിലവാക്കിയാണ് ഒന്നാമത്തെ ക്ലൂ. രണ്ടാമത്തെ ക്ലൂ എന്താണ്, ഒരു പെൻസിലിന് 2 രൂപ, ഒരു പെന്നിന് 4 രൂപ. മൊത്തം 50 രൂപയും ചിലവാക്കിയിട്ടുണ്ട്. എന്നാൽ എത്ര പെന്ന് വാങ്ങിയിട്ടുണ്ടാവും, എത്ര പെൻസിൽ വാങ്ങിയിട്ടുണ്ടാവും, ഇതാണ് ചോദ്യം. രണ്ടിൻ്റെയും കൃത്യമായ നമ്പർ നമുക്കറിയില്ല. അപ്പോൾ അത് കണ്ടെത്താനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ഈ ടു വേരിയബിൾസ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം. ഈ എക്സ് എന്നുള്ള എന്താക്കി, പെൻസിൽ എക്സ് നമ്പർ, എക്സ് എണ്ണം, അതായത് എക്സ് എന്നുള്ള വേരിയബിളായി സങ്കല്പിക്കുക. അതുപോലെ തന്നെ വൈ എന്നുള്ളതും വേരിയബിളായി സങ്കല്പിക്കുക. അപ്പോൾ നമുക്കറിയില്ല എത്ര പെൻസിൽ എത്ര പെന്ന് എന്നുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ശ്രദ്ധിക്കും, എക്സ് എണ്ണം പെൻസിൽ വാങ്ങിയെന്നുള്ളതും വൈ എണ്ണം പെന്ന് വാങ്ങിയെന്നുള്ളതും സങ്കല്പിക്കും. ഓക്കെ, അപ്പോൾ എന്ത് മനസ്സിലായി. അപ്പോൾ എക്സ് പെൻസിൽസ് വാങ്ങിക്കഴിഞ്ഞാൽ 2 × x ആയിരിക്കും മൊത്തം പെൻസിലിൻ്റെ വില. കാരണം ഒരു പെൻസിലിന് 2 രൂപയാണ്. അപ്പോൾ ഒരു പെൻസിലാണെങ്കിൽ 1 × 2, 2 പെൻസിലാണെങ്കിൽ 2 × 2 ആയിരിക്കും മൊത്തം വില. 3 പെൻസിലാണെങ്കിൽ 3 × 2. അതുപോലെ അപ്പോൾ ഒരു പെൻസിലിന് 2 രൂപയാണ്. നമുക്ക് എക്സ് എത്ര പെൻസിൽ വാങ്ങിയെന്ന് അറിയില്ല. അപ്പോൾ അതിന് പകരം നമ്മൾ എക്സ് ഉപയോഗിച്ചു. അപ്പോൾ 2x ആയിരിക്കും മൊത്തം പെൻസിലുകളുടെ വില. അതുപോലെ തന്നെ പെന്നിൻ്റെ വില 4 രൂപയാണ്. പക്ഷെ എത്ര പെന്ന് വാങ്ങിയെന്ന് അറിയില്ല. അപ്പോൾ എന്ത് ഉപയോഗിക്കും, നമ്മൾ ഫോർ വൈ എന്ന് ഉപയോഗിക്കും. അത് അത്ര വൈ പെൻസിലിൽ വാങ്ങിയെന്നുള്ളത്. അപ്പം എക്സ് നമ്പർ 2 മൊത്തം പെൻസിൽ, വൈ × 4 മൊത്തം പെന്നുകളുടെ വില. ഓക്കെ, മൊത്തം എത്രയാണ് ചിലവാക്കിയത്, 50 രൂപയാണ്. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലായി, 2x. 2 എന്ന് പറഞ്ഞാൽ ഒരു പെൻസിലിൻ്റെ വില, എക്സ് എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം പെൻസിലാണോ അത്. അപ്പോൾ 2x + 4 എന്നുള്ള പെന്നിൻ്റെ വില വൈ എന്ന് പറഞ്ഞാൽ എത്ര എണ്ണം പെന്നാണോ അത്. അപ്പോൾ 2x + 4y = എന്തായി, 50 ആയി മാറി. ഇതിപ്പോൾ എന്തായി, ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിളായി. കാരണം 2 വേരിയബിൾ ഉണ്ട്, എക്സ് എന്നുള്ള വേരിയബിൾ ഉണ്ട്, വൈ എന്നുള്ള വേരിയബിൾ ഉണ്ട്. എത്ര പെൻസിൽ വാങ്ങിയത് നമുക്കറിയില്ല, അതുകൊണ്ട് എക്സ് എഴുതി. എത്ര പെന്നാണ് വാങ്ങിയെന്ന് അറിയില്ല, അതുകൊണ്ട് വൈ എഴുതി. ഓക്കെ, ഇതിപ്പോൾ എന്തായി മാറി, ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ ടു വേരിയബിളായി. കാരണം എക്സ് എന്നുള്ള വേരിയബിൾ ഉണ്ട്, വൈ എന്നുള്ള വേരിയബിൾ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിൾ എന്നുള്ളത്. നമുക്കറിയാത്ത 2 ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ 2 നമ്പറുകൾ ഉണ്ടെങ്കിൽ അതിന് പകരമായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ 2 വേരിയബിൾ ഉപയോഗിക്കും. ഒരു നമ്പറാണ് നമുക്ക് അറിയാത്തതുള്ളത് എങ്കിൽ നമ്മൾ അതിന് പകരമായിട്ട് ഒരു വേരിയബിൾ ഉപയോഗിക്കും. ഇപ്പോൾ 2 അറിയാത്ത നമ്പർ ഉണ്ടെങ്കിൽ അപ്പോൾ എന്ത് ഉപയോഗിക്കും, ലീനിയർ ഇക്വേഷൻസ് ഇൻ ടു വേരിയബിളായി മാറും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം, ഈ ലീനിയർ ഇക്വേഷൻ ടു വേരിയബിളിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്താണ്, ഇങ്ങനെയാണ് വരിക. അതിൻ്റെ ശരിക്കുള്ള ഫോം ax + by + c എന്നുള്ളത്. ഓക്കെ, ax, അതായത് നമ്മളിപ്പോൾ ഈ ഉദാഹരണത്തെ നമ്മൾ ആ രൂപത്തിലേക്ക് മാറ്റുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ എഴുതും,
2x പ്ലസ് 4y മൈനസ് ഈ 50 ഇല്ലേ, 50 അങ്ങനെ എന്താവും സമത്തിൻ്റെ പുറത്ത് കൊണ്ടുവരും. അപ്പോൾ -50 ആവും ഈസിക്കൽ ടു 0. ഇതാണ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഫോം മനസ്സിലാക്കിക്കുക. ax പ്ലസ് by പ്ലസ് c ഈസിക്കൽ ടു 0 എന്ന രൂപത്തിലായിരിക്കും അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോമിൽ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ വരിക. വേറെ കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണ്, ഇതിൽ എയും ബിയും സി എന്താണ്, കോൺസ്റ്റൻസ് ആണ്. ഓക്കെ, വേരിയബിൾ ഇപ്പോൾ ഏതാണ്, എക്സും വൈ ആണ് വേരിയബിൾ ഉള്ളത്, മറ്റേത് കോൺസ്റ്റൻസ് ആണ്. മറ്റേ കോൺസ്റ്റൻസ് എന്നുള്ള ഉദ്ദേശം ഏതെങ്കിലും കൃത്യമായിട്ടുള്ള നമ്പർ ആയിരിക്കും അതിൻ്റെ സ്ഥാനത്ത് ഉണ്ടാകുക എന്നുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം, അപ്പോൾ നമ്മളെന്തായി ഒരു ഉദാഹരണം പറഞ്ഞു, 2x പ്ലസ് 4y ഈസിക്കൽ ടു 50 ആണെന്നുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യുക, ഇപ്പോൾ നമുക്ക് ഈ എക്സ് എത്ര എണ്ണമാണ്, എക്സ് എന്നുള്ളതുകൊണ്ട് എത്ര നമ്പറാണ് ഉദ്ദേശിക്കുന്നത് അറിയില്ല, വൈ എന്നുള്ളതുകൊണ്ട് എത്ര നമ്പറാണ് ഉദ്ദേശിക്കുന്നത് അറിയില്ല. അപ്പോൾ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള ഓരോ എന്താണ് സാധ്യതകൾ നമ്മൾ പരിശോധിക്കുകയാണ്. എക്സ് എത്രയാവും, എക്സ് ഇത്രയാണെങ്കിൽ വൈ എത്രയായിരിക്കും എന്നുള്ള ഓരോ സാധ്യതകൾ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. ഒന്നാമത്തെ കേട്ടോ, ഇഫ് എക്സ് ഈസിക്കൽ ടു 1, അതായത് ഒരു പെൻസിലാണ് വാങ്ങിയതെങ്കിൽ വൈ എന്തായിരിക്കും, 12 ആയിരിക്കും. കാരണം 2 ഇൻറ്റു എക്സ്, ഒരു പെൻസിലാണെങ്കിൽ 2 ഇൻറ്റു 1, അപ്പോൾ എന്തായി 2 ആയി. ബാക്കി ഇപ്പോൾ എന്തുണ്ട്, 48 രൂപ അവിടെ ഉണ്ട്. അപ്പോൾ 4 ഇൻറ്റു 12 48 അപ്പോൾ എന്തായിരിക്കും, വൈ എന്നുള്ളതിൻ്റെ സ്ഥാനത്ത് 12 ആയിരിക്കും. എക്സ് 1 ആണെങ്കിൽ വൈ എന്തായിരിക്കും, 12 ആയിരിക്കും. അപ്പോൾ ഇത് ശരിയാണ്. കാരണം വെച്ചാൽ നമ്മളിവിടെ എക്സിൻ്റെ സ്ഥാനത്ത് ഏതൊരു വാല്യൂ വെച്ച് വൈൻ്റെ സ്ഥാനത്ത് ഒരു വാല്യൂ വെച്ചാൽ ഈ ഇക്വേഷൻ ശരിയാണ്. 2x പ്ലസ് 4y ഈസിക്കൽ ടു 50 എന്നുള്ളത്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് ഇവിടെ 1 വെച്ചു, 2 ഇൻറ്റു 1 എന്തായി, കണ്ടില്ലേ, 2 ഇൻറ്റു 1 2 പ്ലസ് 4 4 ഇൻറ്റു 12 48. അപ്പം 2 പ്ലസ് 48 ഈസിക്കൽ ടു 50. അപ്പോൾ എന്തായി, റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും ശരിയായി. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ എന്താണ് സമത്തിൻ്റെ ഇടത് ഭാഗത്തുള്ളതിനാണ് ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. റൈറ്റ് ഹാൻഡ് സൈഡ് എന്ന് പറയുമ്പോൾ സമത്തിൻ്റെ വലത് ഭാഗത്തുള്ളത്. അപ്പോൾ രണ്ടും ശരിയായി. അതായത് എക്സിൻ്റെ സ്ഥാനത്ത് 1 വെച്ചു, വൈൻ്റെ സ്ഥാനത്ത് 12. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇതിപ്പോൾ ഒരു സൊല്യൂഷനാണ്. ഏത്, ഈ എക്സ് ഈസിക്കൽ ടു 1 എന്നുള്ളതും വൈ ഈസിക്കൽ ടു 12 എന്നുള്ളതും ഒരു സൊല്യൂഷനാണ്. ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ. ഈ ലീനിയർ ഇക്വേഷൻ്റെ 2 വേരിയബിളുള്ള ലീനിയർ ഇക്വേഷൻ്റെ ഒരു സൊല്യൂഷനാണെന്ത്, എക്സ് ഈസിക്കൽ ടു 1 വൈ ഈസിക്കൽ ടു 2. അത് എക്സ് 1 ആണെങ്കിൽ അവിടെ വൈ എന്തായിരിക്കും, 12 ആയിരിക്കും എന്നുള്ളത് ഒരു സൊല്യൂഷൻ. ഇനി രണ്ടാമത്തെ സൊല്യൂഷൻ നോക്കാം നമുക്ക്. ഇഫ് എക്സ് ഈസിക്കൽ ടു 3, ഈ എക്സിൻ്റെ സ്ഥാനത്ത് 3 വെച്ച് കൊടുത്തു, അപ്പോൾ എന്തേക്കാരം, വൈൻ്റെ സ്ഥാനത്ത് 11 ആയിരിക്കും. നോക്കുക, ഇഫ് എക്സ് 3 വൈ 11 വെച്ച് കൊടുത്താൽ എന്ത് കിട്ടും, 2 ഇൻറ്റു 3 6 പ്ലസ് 4 ഇൻറ്റു 11 എത്രയായിരിക്കും, 44. അപ്പോൾ എന്ത് കിട്ടും, 6 2 ഇൻറ്റു 3 6 പ്ലസ് 4 ഇൻറ്റു 11 44. 44 പ്ലസ് 6 ഈസിക്കൽ ടു 50. അത് തന്നെയാണ് റൈറ്റ് ഹാൻഡ് സൈഡിലും ശരിയായി. അപ്പോൾ എക്സ് 3 വൈ എക്സ് 3 വൈ 11 എന്നുള്ളതും സൊല്യൂഷനാണ്. ഓക്കെ, എക്സ് 3 വൈ 11 എന്നുള്ളത് വേറെ സൊല്യൂഷനാണ്. അപ്പോൾ രണ്ടാമത്തെ സൊല്യൂഷനാണ് ഇത്, ഒന്നാമത്തെ സൊല്യൂഷനാണ്, രണ്ടാമത്തെ സൊല്യൂഷനാണ് ഇത്. ഓക്കെ, ഇനി വേറൊരു ഉദാഹരണം നോക്കി നമുക്ക് അത് സൊല്യൂഷൻ ആകുന്നുണ്ടോ ഇല്ല എന്നുള്ളത്. എക്സിൻ്റെ സ്ഥാനത്ത് 4 വെച്ച് കൊടുത്തു, വൈൻ്റെ സ്ഥാനത്ത് 10 വെച്ച് കൊടുത്തു. എക്സിൻ്റെ സ്ഥാനത്ത് 4 വെച്ച് കൊടുത്തു, വൈൻ്റെ സ്ഥാനത്ത് 10 വെച്ച് കൊടുത്താൽ ശരിയാകുന്നുണ്ടോ നോക്കുക. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും, ഇവിടെ എക്സ് 4 ഇൻറ്റു ഇവിടെ 2 ആയിരിക്കും വരും കേട്ടോ. കാരണം 2 അല്ല പെൻസിലിന്, ആ 9ൻ്റെ സ്ഥാനത്ത് 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 ഇൻറ്റു 4 8 കേട്ടോ. അപ്പോൾ 4-നാണ് നമ്മൾ വാങ്ങിയത്. 2 ഇൻറ്റു 4 8 പ്ലസ് 4 ഇൻറ്റു 10 എന്താ 40. ഓക്കെ, 8 പ്ലസ് 40 48. അപ്പോൾ എന്തില്ല, ഇത് ശരിയാണില്ല. ഓക്കെ, അപ്പോൾ എക്സ് 4ഉം വൈ 10 എന്നുള്ളത് എന്തല്ല, ഇക്വേഷൻ ശരിയാണില്ല. കാരണം റൈറ്റ് ഹാൻഡ് സൈഡിൽ 50 ആണ്, ഇവിടെ നമുക്ക് 48 കിട്ടിയുള്ളൂ. അപ്പം നോക്കുക, എക്സ് 4ഉം വൈ 10 എന്നുള്ള ഇക്വേഷൻ എന്നുള്ളത് വാല്യൂസ് വെച്ച് കഴിഞ്ഞാൽ എന്തല്ല, അത് സൊല്യൂഷൻ അല്ല. അപ്പോൾ സൊല്യൂഷൻ ആണെങ്കിൽ എന്താ കണ്ടീഷന്, റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഒരേപോലെയായി വരണം. അതായത് നമ്മൾ എക്സിനും വൈനും വെച്ച് കൊടുക്കുന്ന വാല്യൂ കാരണമായിട്ട് രണ്ട് ഭാഗത്തും ഈക്വൽ ആയിട്ടുള്ള നമ്പർ ഉത്തരം കിട്ടണം എന്നുള്ളതാണ് അതിൻ്റെ കണ്ടീഷൻ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. എന്താണ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ എന്ന് പറയുമ്പം 2 വേരിയബിൾ ഉണ്ടാകും. ആ 2 വേരിയബിളിനും വ്യത്യസ്ത വാല്യൂ വെച്ച് കൊടുത്താൽ അതിൻ്റെ ഈക്വാലിറ്റി സൈനിൻ്റെ റൈറ്റ് ഹാൻഡ് സൈഡിലും ലെഫ്റ്റ് ഹാൻഡ് സൈഡിലും ഒരേപോലെ ആകണം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇവിടെ ഇപ്പോൾ ഉദാഹരണത്തിന് നമുക്ക് 2 സൊല്യൂഷൻ കിട്ടി, മൂന്നാമത്തെ സൊല്യൂഷൻ നമുക്ക് കിട്ടിയില്ല, അത് സൊല്യൂഷൻ അല്ല. അപ്പോൾ ഇനി എക്സ് 4 ആണെങ്കിൽ
വൈ എന്തായിരിക്കും എന്നുള്ളതൊന്ന് നോക്കട്ടെ നമ്മൾ ഉദാഹരണത്തിന്. ഇപ്പോൾ എക്സ് 4 അപ്പോൾ എക്സ് 4 വൈ എന്തായിരിക്കും? അപ്പോൾ അതും നമുക്ക് നോക്കാൻ കഴിയും. എക്സ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വൈ നോക്കാൻ കഴിയും. അത് നമ്മൾ പഠിക്കും എങ്ങനെയാണ് അത് കണ്ടെത്തുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് പറയാം. അപ്പം ഇനി എ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ. അപ്പോൾ ശ്രദ്ധിക്കുക, എന്താണ് ഇതിൽ നിന്ന് കിട്ടിയത്? ഒരു 2 വേരിയബിളിലെ ലീനിയർ ഇക്വേഷന് ഒന്നിനേക്കാൾ കൂടുതൽ സൊല്യൂഷൻസ് ഉണ്ടാകും. നമ്മൾ പറഞ്ഞതാണ്, ഒരു വേരിയബിൾ ആണെങ്കിൽ ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആണെങ്കിൽ അതിന് ഒരേ ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമ്മൾ മുന്നേ പഠിച്ചു. ഇപ്പോൾ എന്താ പറയുന്നത്? 2 വേരിയബിളിലെ ലീനിയർ ഇക്വേഷന് ഒന്നിനേക്കാൾ കൂടുതൽ സൊല്യൂഷൻസ് ഉണ്ടാകും. അതായത് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവാം എന്നുള്ളതാണ്. ഇനി നമുക്കറിയാം, നമ്മൾ ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഇതാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അതിന് ഒരേ ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. അതൊക്കെ പറഞ്ഞതാണ്, ഒന്ന് ശ്രദ്ധിക്കുക. ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ആകുമ്പോൾ, ഒരേ ഒരു വേരിയബിൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്തായിരിക്കും? എക്സ് പ്ലസ് ബി എന്നുള്ളതായിരിക്കും. ഇതിൽ എക്സ് എന്നുള്ളത് മാത്രമാണ് വേരിയബിൾ, എയും ബിയും കോൺസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ അതിന് ഒരേ ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ആ സൊല്യൂഷൻ എന്തായിരിക്കും? എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി ബൈ എ എന്നുള്ളതായിരിക്കും. പക്ഷേ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ ആകുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെയായിരിക്കും വരിക? എക്സ് പ്ലസ് ബി വൈ പ്ലസ് സി ഈസ് ഈക്വൽ ടു 0 എന്നുള്ളതായിരിക്കും. ഇനി അതിൽ എയും ബിയും സിയും കോൺസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ ഏതെങ്കിലും എയിൽ നിന്നോ ബിയിൽ നിന്നോ ഏതെങ്കിലും ഒന്ന് 0 അല്ലാതിരിക്കുകയും വേണം. ഓക്കെ, എയിൽ നിന്നും ബിയിൽ നിന്നും ഏതെങ്കിലും ഒന്ന് 0 അല്ലാതിരിക്കും. കാരണം രണ്ടും 0 ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ മൊത്തം 0 ആയിരിക്കും. അത് എന്താവില്ല, ആൾജിബ്രിക് എക്സ്പ്രഷൻ അല്ലാതായി മാറും. ഓക്കെ, അപ്പോൾ ഏതെങ്കിലും ഒന്ന് എന്തായിരിക്കണം? 0 അല്ലാതിരിക്കണം. ഓക്കെ, നമ്മൾ പറഞ്ഞു ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ ആകുമ്പം എക്സ് പ്ലസ് ബി എന്നുള്ളത് ഈക്വൽ ടു 0 ആണ്. അതിൽ എന്തായിരിക്കണം? ഈ എ എന്നുള്ളത് എന്തായിരിക്കും? 0 അല്ലാതിരിക്കണം എന്ന് പറഞ്ഞു. ഇവിടെ എന്തായാൽ മതി, 2 വേരിയബിൾ ഉണ്ടായതുകൊണ്ട് എയോ ബിയോ 0 അല്ലാതിരുന്നാൽ മതി എന്നുള്ളത് അർത്ഥം. ഓക്കെ, ഇനി നമ്മൾ എ എന്നുള്ളത് 0 അല്ലെങ്കിൽ എന്തായിരിക്കും നിൽക്കുക? ഓക്കെ, എ എന്നുള്ളത് 0 അല്ലെങ്കിൽ നമുക്ക് എന്താകാം? എ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി വൈ മൈനസ് സി എന്ന് എഴുതാം. അപ്പോൾ ശ്രദ്ധിക്കട്ടോ, നമ്മൾ സൊല്യൂഷനിലേക്ക് പോവാണ്. നമ്മൾ പറഞ്ഞു ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ആകുമ്പം അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞു? ഇതായിരിക്കും സ്റ്റാൻഡേർഡ് ഫോം. ഓക്കെ, അതിൻ്റെ സൊല്യൂഷൻ ഒരേ ഒരു സൊല്യൂഷൻ ഉണ്ടാവുകയുള്ളൂ. പക്ഷേ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ ആകുമ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഇതായിരിക്കും. ഇനി അതിൻ്റെ സൊല്യൂഷനിലേക്കാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എ 0 അല്ല എന്ന് സങ്കല്പിച്ചാൽ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? എ എക്സ് ഈസ് ഈക്വൽ ടു, ഈ എ എക്സിനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് ബാക്കിയുള്ള അങ്ങോട്ട് കൊണ്ടുവന്നാൽ മൈനസ് ബി വൈ മൈനസ് സി എന്ന് എഴുതാം. ഓക്കെ, ഇനി നമുക്ക് എക്സ് എന്നുള്ള വേരിയബിളിൻ്റെ വാല്യൂ മാത്രം കണ്ടാൽ മതി. അപ്പോൾ എക്സിനെ മാത്രം അവിടെ നിർത്തുക. എ ഗുണിക്കാനാണ്, അപ്പോൾ അടിക്ക് പോകുമ്പോൾ എന്താവും? ഇവിടെ ഹരിക്കാനാവും. അതാണ് മൈനസ് ബി വൈ എ. അതായത് ഇതെങ്ങനെയായി മാറും? അവിടെ നിർത്തിയാൽ എ എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് ബി വൈ മൈനസ് സി ബൈ എ എന്ന് കിട്ടും. ഓക്കെ, അതെന്താണ്? അതാണ് ഇങ്ങനെയായി മാറിയത്. കാരണം മൈനസ് ബി വൈ ബൈ എ വൈ മൈനസ് സി വൈ എ, അത് രണ്ടിടത്തും എന്തുണ്ട്? എ ഉണ്ട്. ഇവിടെ ഉള്ള പോലെ ഇവിടെ കോമൺ ആണ്. പിന്നെ അവിടെ എന്തായി? വൈൻ്റെ അവിടെ എന്താണ്? ഗുണിക്കാനായും കൊണ്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കാം. അപ്പോൾ എന്താക്കി? എക്സ് എന്നുള്ളതിൻ്റെ ഏത് കിട്ടി? സൊല്യൂഷൻ കിട്ടി. എക്സിൻ്റെ വാല്യൂ നമുക്ക് ഇങ്ങനെ കണ്ടെത്താം, മൈനസ് ബി വൈ എ വൈ മൈനസ് സി വൈ എ എന്നുള്ളത്. ഇനി നമുക്ക് ഇവിടുന്ന് തന്നെ എന്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താം? വൈൻ്റെ സൊല്യൂഷനും കണ്ടെത്താം. അതിന് നമുക്കൊരു ഉദാഹരണം, ബി വൈ ഈസ് ഈക്വൽ ടു എന്തായി മാറും? ബാക്കിയുള്ള ഇനി അങ്ങോട്ടുണ്ടോ? അപ്പം മൈനസ് എ എക്സ് മൈനസ് സി എന്നായി മാറും. ഓക്കെ, കാരണം ബി വൈനെ ഇവിടെ നിർത്തിയാൽ ഇവിടെ എ എക്സ് പ്ലസ് ആണ്. അപ്പോൾ അങ്ങോട്ട് നോക്കുമ്പോൾ എ മൈനസ് എ എക്സ് മൈനസ് സി എന്നാവും. ഇനി വൈനെ മാത്രം ഇവിടെ നിർത്തിയാൽ മൈനസ് എ എക്സ് മൈനസ് സി ബൈ എന്ത് കിട്ടും? ബി എന്ന് കിട്ടും. അതായിരിക്കും വൈൻ്റെ മൂല്യം. ഓക്കെ, അങ്ങനെ രണ്ടും കണ്ടെത്താം. അപ്പോൾ ശ്രദ്ധിക്കുക, 2 വേരിയബിൾ ആകുമ്പോൾ അതിന് എന്തായിരിക്കണം? അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം ഇങ്ങനെയാണെന്നുള്ളതും പിന്നെ അതിൻ്റെ സൊല്യൂഷന് ഇങ്ങനെ, എക്സിൻ്റെ സൊല്യൂഷൻ ഇങ്ങനെ വരുമെന്നുള്ളതും വൈൻ്റെ സൊല്യൂഷൻ നമ്മളിപ്പോൾ പറഞ്ഞു. ഓക്കെ, അതുപോലെയാണെന്നും ശ്രദ്ധിക്കാം. ഇനി നമ്മൾ ശ്രദ്ധിക്കാം, ഇനി ഫോർ ഈച്ച് വാല്യൂ ഓഫ് വൈ, വൈക്ക് ഇവിടെ എന്ത് സങ്കല്പിച്ചു? നമുക്ക് എന്ത് കിട്ടും? എക്സിന് ഒരു വാല്യൂ കിട്ടും. നമ്മൾ വൈക്ക് ഏതൊരു വാല്യൂ ആണോ സങ്കല്പിച്ചത് അതിനനുസരിച്ച് എന്ത് കിട്ടും?
എക്സിന് വാല്യൂ കിട്ടും. അതുകൊണ്ട് തന്നെ എ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ആകുമ്പോൾ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്, ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതാണിപ്പോൾ ശ്രദ്ധിക്കുക, ഇതാണിപ്പോൾ അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന്, ഇതാണ് സ്റ്റാൻഡേർഡ് ഫോം. അതിൽ നിന്നൊരു എക്സിന് എന്നുള്ളതിന് സൊല്യൂഷൻ കണ്ടെത്തി. ഓക്കെ, ഇനി വൈ എന്നുള്ള സ്ഥലത്ത്, വൈ ഒരു വേരിയബിൾ ആണോ, വൈൻ്റെ സ്ഥാനത്ത് ഏതൊരു മൂല്യമാണ് വെച്ചത് അതിനനുസരിച്ച് എക്സിൻ്റെ മൂല്യം മാറും. ഓക്കെ, അപ്പോൾ എന്താക്കാം, വൈക്ക് ഉദാഹരണത്തിന് 5 വെച്ച് കൊടുത്താൽ ചിലപ്പോൾ എക്സ് എന്തായിക്കാരം 0 ആയിരിക്കും. ഇനി വൈക്ക് 4 വെച്ച് കൊടുത്താൽ എക്സ് 2 മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാകാം, ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിളിൽ ഉണ്ടാകാം. കാരണം നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ എക്സിന് 1 വൈ 12 ആയിരിക്കും, എക്സിന് 3 വൈ 11. പക്ഷേ എക്സ് 4 വൈ 10 ആകുമ്പോൾ സൊല്യൂഷൻ അല്ല. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ 2 സൊല്യൂഷൻ കിട്ടി. ഇനി എക്സ് 4 ആണെങ്കിൽ വൈ എത്ര ആയിരിക്കും എന്ന് നോക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണത്തിന് നമുക്കുള്ള ഉദാഹരണം ചെക്ക് ചെയ്യുക. എക്സ് 4 ആണെങ്കിൽ വൈ എത്ര ആയിരിക്കും? അപ്പോൾ ശ്രദ്ധിക്കുക, 2 × 4, ഓക്കെ, 4 + 4y = 50. അപ്പോൾ 2 × 4 എന്ന് പറഞ്ഞാൽ 8. അപ്പോൾ 8 + 4y = 50. ഓക്കെ, ഇനി 4y എന്നതിനെ നിർത്തുക, അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും, 8നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ കുറക്കാനാകും. അപ്പോൾ 50 കുറക്കണം 8 എന്നാകും, അപ്പോൾ 42. ഓക്കെ, ഇനി എന്താണ്, വൈ മാത്രം കണ്ടാൽ മതി, വൈനോട് നിർത്തി 4നെ അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ ഹരിക്കാനാവും. അപ്പോൾ 42 ഹരിക്കണം 4 എന്നാകും. അപ്പോൾ എന്ത് കിട്ടും നമുക്ക്, 42 4 ഹരിക്കണം 4 ആകുമ്പോൾ 10.5 കിട്ടും. ഓക്കെ, 10.5 കിട്ടും. അപ്പോൾ എന്ത് കിട്ടി നമുക്ക്, എക്സിൻ്റെ വാല്യൂ 4 ആണെങ്കിൽ വൈൻ്റെ വാല്യൂ 10.5 ആയിരിക്കും, 10 അല്ല. 10.5 ആകുമ്പോൾ എന്ത് ചെയ്യും, ഇക്വേഷൻ ശരിയാവും. അത് നോക്കാം, നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നു 2 ആണ്. അപ്പോൾ 2, ഇപ്പോൾ കാരണം പെൻസിലിൻ്റെ ഒന്നിന് പരിസ്ഥിതി 2 ആണ്. 2 × 4, എക്സിൻ്റെ വാല്യൂ 4 പ്ലസ് നമ്മളിപ്പം വൈൻ്റെ വാല്യൂ 10.5 ആണ്. അപ്പം 4 × 4 എന്ന് പറഞ്ഞാൽ പെന്നിൻ്റെ വില 10.5. ഉദാഹരണത്തിനുണ്ടോ 10.5 പെന്ന് എന്നൊക്കെ പറയുമ്പോൾ എന്നാലും സങ്കല്പിച്ച് നോക്കാം, വാല്യൂ കണ്ടെത്താനാണ്. അപ്പോൾ എന്ത് കിട്ടും, 2 × 2 4 പ്ലസ് 4 × 10 എത്ര, 42. കാരണം 10 4 എത്ര, 40. പിന്നെ അര 4, ഒരു 4 4 ആണ്, അര 4 2 ആയിരിക്കും, അപ്പോൾ 42. ഓക്കെ, അപ്പോൾ ഇവിടെ എത്ര, എക്സിൻ്റെ വാല്യൂ 4 ആണ്, സോറി എക്സിൻ്റെ വാല്യൂ 4 ആണ്. എക്സിൻ്റെ വാല്യൂ 4 ആണ്, 2 അല്ല, എക്സിൻ്റെ വാല്യൂ 4 ആണ്. അപ്പോൾ 2 × 4 ഇവിടെ 8 വരും കേട്ടോ, സോറി, എക്സ് എന്നുള്ളത് 4 ആണ്. എക്സ് 4 ആകുമ്പോൾ വൈ എന്തായിരിക്കും, 10.5 ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ആകുമ്പം ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാകും. ഓക്കെ, ശ്രദ്ധിക്കുക, ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ ആകുമ്പം അനന്തമായിട്ട് സൊല്യൂഷൻ ഉണ്ടാകും. കാരണം നമുക്ക് ഇതാണ് ശരിക്കും നോക്കേണ്ടത്, വൈൻ്റെ സ്ഥാനത്ത് ഏതൊരു വാല്യൂ വെച്ച് കൊടുത്താലും അതിനനുസരിച്ച് എക്സ് മാറും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വൈ എന്താക്കാം, ഏതും നമുക്ക് സങ്കല്പിക്കാം. അപ്പോൾ അതിനനുസരിച്ച് എക്സ് മാറുകയും ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് എന്ത് ചെയ്യും, വ്യത്യസ്തമായിട്ടുള്ള സൊല്യൂഷൻസ് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇനി ശ്രദ്ധിക്കാം, നോട്ട് ശ്രദ്ധിക്കാം. എ ലീനിയർ ഇക്വേഷൻ എക്സ് + c. ഓക്കെ, ഒരു ലീനിയർ ഇക്വേഷനാണ്, അത് ഒരു വേരിയബിളേ ഇവിടെ ഉള്ളൂ, = 0. ഇതിനെ ഈ ഒരു വേരിയബിളുള്ള ലീനിയർ ഇക്വേഷനെയും എന്താക്കാം, നമുക്ക് പരിഗണിക്കാം എന്തായിട്ട്, ലീനിയർ ഇക്വേഷൻസ് ഇൻ 2 വേരിയബിളായിട്ട് കണക്കാക്കാം. അതെങ്ങനെയാണ്, ബൈ എക്സ്പ്രസിങ്, അതിനെ എക്സ്പ്രസ് ചെയ്യുക. സാധാരണ ax + c എന്നുള്ളത് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിളാണ്, 1 വേരിയബിളാണ്. കാരണം എക്സ് മാത്രമേ ഉള്ളൂ, ഒരു വേരിയബിളാണ്. പക്ഷെ അതിനെന്താക്കാം, നമുക്ക് ലീനിയർ ഇക്വേഷൻ 2 വേരിയബിളാക്കി മാറ്റാം. അതെങ്ങനെയാണ്, ഇങ്ങനെ, കാരണം ax + 0y, 0y. അപ്പോൾ 0y എന്ന് പറയുമ്പോൾ അവിടെ 0 കിട്ടും, 0 × y. അതിന് വൈക്ക് ഇനി 100 കോടി വെച്ച് കൊടുത്താലും 0 × 100 കോടി 0 കിട്ടുള്ളൂ. അപ്പോൾ ഇതിനെന്തില്ല, അപ്പോൾ നമ്മൾ സങ്കല്പിക്കാൻ വേണ്ടി നമുക്കതിനെ 2 വേരിയബിൾ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സങ്കല്പിച്ചാണത്, നമ്മൾ എഴുതി കൊടുത്താണ് 0y എന്നുള്ളത്. അപ്പം അങ്ങനെ മാറ്റാം. അതുകൊണ്ടാണ് നമ്മൾ ഈ സ്റ്റാൻഡേർഡ് ഫോം പറഞ്ഞപ്പോൾ, ഇതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം പറഞ്ഞപ്പോൾ എന്ത് വരുന്നത്, എക്സ് അതിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം കണ്ടില്ലേ, സ്റ്റാൻഡേർഡ് ഫോം ഇതാണെന്നുള്ളതും, പിന്നെ അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്ന് 0 ആകാതിരുന്നാൽ മതിയെന്നും. ഇവിടെ എന്തായി, അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒന്ന് 0 ആകാതിരുന്നാൽ മതി. പക്ഷേ ഇവിടെ എന്തില്ല, നമുക്കിപ്പം കിട്ടിയില്ലേ, ഏത്, ഇതാ
ഇതിലിപ്പോൾ എന്താണ് എക്സ് പ്ലസ് 0y+c എന്നുള്ളത് എന്തായി, ഈ ബി എന്നുള്ളത് എന്തായി 0 ആയി മാറി. അപ്പോൾ അതും കുഴപ്പമില്ല, എ എന്നുള്ളത് 0 ആകാതിരുന്നാൽ മതി. ഓക്കെ, അപ്പോൾ അതാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് എന്തായി എക്സ് പ്ലസ് സി = 0 എന്നുള്ളത് ഒരു ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആണ് ശരിക്കും. പക്ഷേ അതിനെന്താക്കാം, നമുക്ക് സാങ്കല്പികമായിട്ട് y എന്നുള്ള വേരിയബിൾ കൂട്ടിയിട്ട് എന്താകാം, നമുക്ക് 2 വേരിയബിളിലെ ലീനിയർ ഇക്വേഷൻ ആക്കി മാറ്റാം. അപ്പം y എന്നുള്ള വേരിയബിളിൻ്റെ കോയിഫിഷ്യൻ എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പം y എന്നുള്ള വേരിയബിളിൻ്റെ കോയിഫിഷ്യൻ 0 ആകുമ്പം ഇത് മൊത്തത്തിൽ 0 ആകുമ്പോൾ ബാക്കി ഇത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഏതൊരു ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ കിട്ടിയാലും അതിന് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ആക്കി മാറ്റാം. ഓക്കെ, അതാണ് പറയുന്നത് എങ്ങനെ, ബൈ ടേക്കിംഗ് ദ കോയിഫിഷ്യൻ്റ് ഓഫ് y as 0. അപ്പം അതുകൊണ്ടാണ് വൈക്ക് ഏത് വാല്യൂ സങ്കല്പിച്ചാലും മൊത്തത്തിൽ ഇതെന്തായിരിക്കും, ഇത് 0 ആയിരിക്കും. ഓക്കെ, ഇനി എന്തുണ്ടാകും, ഇതിനും ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാകും. ഓക്കെ, ഇങ്ങനത്തെ സങ്കല്പിച്ചാലും ഈ ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിളായി മാറുമ്പോൾ ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും. കാരണം എന്താണ്, എക്സ് എപ്പോഴും എന്തായിക്കാരം ഈ -c/a എന്നായിരിക്കും. കാരണം എക്സ് എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേ വൈക്ക് ഇഷ്ടംപോലെ സൊല്യൂഷൻസ് ഉണ്ടാവും. ഓക്കെ, വൈ ചിലപ്പം 0 ആകാം, വൈ ചിലപ്പം 2 ആകാം, 3 ആകാം. കാരണം അതുകൊണ്ടാണ് മൊത്തത്തിൽ എന്തുണ്ടാവും, ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാവും. കാരണം ഇവിടെ 1 വെച്ച് കൊടുത്താൽ, വൈൻ്റെ സ്ഥാനത്ത് 1 വെച്ച് കൊടുത്താലും 0 × 1 0 ആയിരിക്കും. ഇനി 100 വെച്ച് കൊടുത്താലും 0 × 100 0 ആയിരിക്കും. അപ്പോൾ വൈക്ക് ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട്. ഓക്കെ, അതിനനുസരിച്ച് എക്സ് മാറണം. പക്ഷേ ഇവിടെ എന്താണ്, വൈൻ്റെ ഇതിൽ അധികം മൂല്യമില്ലാത്തത് കൊണ്ട് നമുക്ക് എന്താകാം, എക്സിന് ഈ സ്ഥലത്ത് ഈ ഉദാഹരണത്തിന് എപ്പോഴും ഒരേ വാല്യൂ ആയിരിക്കും. അതാണ് പറയുന്നത്. ആ വാല്യൂ എന്തായിരിക്കും, ഇവിടെ ശ്രദ്ധിക്കുക, ആ വാല്യൂ എന്തായിരിക്കും, എക്സ് = നമ്മൾ ഇതില്ലെങ്കിൽ ശ്രദ്ധിക്കുക, എന്ത് എക്സ് പ്ലസ് സി = 0 എന്ന് കിട്ടും. അപ്പോൾ എക്സ് = -c എന്ന് കിട്ടും. കാരണം അല്ലേ, -c എന്ന് കിട്ടും. ഇവിടെ പ്ലസ് c ആണ്, അങ്ങോട്ടോ -c എന്ന് കിട്ടും. പിന്നെ എക്സ് = എനെ ഇവിടെ ഗുണിക്കാൻ അങ്ങോട്ടുണ്ടാകുമ്പോൾ ഹരിക്കാനാവും -c/a എന്നുള്ളതാണ്. കണ്ടില്ലേ, അതാണ് എക്സിൻ്റെ വാല്യൂ -c/a. അപ്പം വൈൻ്റെ വാല്യൂ എത്ര ആയിരിക്കും, ഇവിടെ 0 ആയിരിക്കാം. പിന്നെ എക്സ് = -c/a, വൈ ഒന്നായി സങ്കല്പിക്കാം. ഇനി വൈ 2 ആണെങ്കിലും എക്സിൻ്റെ വാല്യൂ -c/a ആയിരിക്കും. അപ്പോൾ അതാണ് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ എന്താക്കാം, ലീനിയർ ഇക്വേഷൻ ഇൻ വൺ വേരിയബിൾ ആകുമ്പം ഒരേ ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. കാരണം ഈ ലീനിയർ ഇക്വേഷൻ 1 വേരിയബിൾ ആകുമ്പോൾ എക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിന് ഒരേ സൊല്യൂഷൻ, എല്ലായിടത്തും ഒരേ സൊല്യൂഷനാണ്. പക്ഷേ അതിനെന്താക്കി, 2 വേരിയബിളിലേക്ക് മാറ്റുമ്പോൾ വൈ എന്നുള്ള വേരിയബിളും കൂട്ടിയപ്പോൾ എന്തായി, ഇത് മൊത്തമൊരു സൊല്യൂഷനാകി അല്ലേ, ഇത് മൊത്തമൊരു സൊല്യൂഷനാണ്. അപ്പോൾ വൈ എന്നുള്ളതിന് എന്തുണ്ട്, വ്യത്യസ്ത വാല്യൂസ് ഉണ്ട്. അപ്പോൾ എക്സ് എന്നുള്ളതിന് ഒരേ വാല്യൂ ആണെങ്കിലും വൈൻ്റെ വാല്യൂസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് നമുക്ക് പറയാം, ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ട് എന്ന് പറയാം. അപ്പോൾ ഏറ്റവും ശ്രദ്ധിക്കുക, ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിൾ ആകുമ്പോൾ ഒരേ ഒരു സൊല്യൂഷൻ ഉണ്ടാവുള്ളൂ. ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ ആകുമ്പം ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാകും. അപ്പോൾ ലീനിയർ ഇക്വേഷൻ ഇൻ 1 വേരിയബിളിനെ നമുക്ക് എന്താക്കി മാറ്റുകയും ചെയ്യാം, ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിളാക്കി മാറ്റാം. ആ 2 വേരിയബിളാക്കി മാറ്റുമ്പോൾ എന്താകാം, നമുക്കും ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാകും. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കട്ടോ, അതാണ് ഫോർ ഈച്ച് വാല്യൂ ഓഫ് വൈ എന്നുള്ളതിൻ്റെ ഏത് വാല്യൂ എടുത്താലും എക്സ് എന്തായിക്കാരം ഇതായിരിക്കും. കാരണം അവിടെ 0 ആണെന്നുള്ളതുകൊണ്ട്. പക്ഷേ മൊത്തത്തിൽ എന്തുണ്ടാകും, ഒരുപാട് സൊല്യൂഷൻസ് ഉണ്ടാകും. ഇനി എക്സാമ്പിൾ നോക്കുക. ദ സം ഓഫ് 2 ഇൻറ്റിജേഴ്സ് ഈസ് 15 ആണ് സമ്മ്. അപ്പോൾ ഇത് ശ്രദ്ധിക്കട്ടോ, അതിൻ്റെ പ്രധാനതാണ്. അപ്പോൾ 2 ഇൻറ്റിജറിൻ്റെ സമ്മ് 15 ആണ്. ഫോം എ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിൾ, 2 വേരിയബിളിലെ ലീനിയർ ഇക്വേഷൻ ഉണ്ടാക്കാണ്. അപ്പോൾ നമുക്ക് 2 ഇൻറ്റിജേഴ്സും അറിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എക്സ് എന്നുള്ളത് ഒന്നായി വൈ എന്നുള്ളത് ഒന്നായി സങ്കല്പിക്കും. അപ്പോൾ എക്സ് പ്ലസ് വൈ എന്നുള്ളതിൻ്റെ സം എത്രയാണ്, 15 ആണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ എന്തേക്കാരം, എക്സ് പ്ലസ് വൈ = 15 എന്നായിരിക്കും. ഇനി വേറെ ഉദാഹരണം, ഫോർ ദ ഇക്വേഷൻ 4x - 5y = 2 എന്നുള്ള ഒരു ഇക്വേഷനാണ്. ഇത് നമുക്ക് എന്താ ശ്രദ്ധിക്കുക, ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് എക്സ് = 3 എന്നുള്ളതും y = 2 എന്നുള്ളതും. അതുപോലെ രണ്ടാമത് എക്സ് = 4 എന്നുള്ളതും y = 1 എന്നുള്ളതും സൊല്യൂഷൻസ് ആണോ അല്ലേ എന്ന് നോക്കാനാണ്. നമുക്കിപ്പോൾ സൊല്യൂഷൻ തന്നിട്ടുണ്ട്, ഏതാണ്, എക്സ് = 3 y = 2 എന്നുള്ളതും, രണ്ടാമത്തെ എക്സ് = 4 y = 1 എന്നുള്ളതും. ഇത് സൊല്യൂഷൻ ആണോ സങ്കല്പിക്കാം, അല്ല ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യാനാണ്. അപ്പം നമുക്ക് ആദ്യം നമ്മൾ എന്താണ്, അതിൻ്റെ ഇക്വേഷനാണ് 4x - 5y = 2 എന്നുള്ളത്. ഇനി അതിൻ്റെ എക്സിൻ്റെ സ്ഥാനത്ത് ആദ്യം നമ്മൾ 3 വെക്കും, വൈൻ്റെ സ്ഥാനത്ത് 2 വെക്കും. അപ്പോൾ അത് നോക്കട്ടോ, എക്സ് = 3 y = 2.
അപ്പോൾ എന്തായി മാറും? 4x മൈനസ് 5y എന്നുള്ളത് എന്തായി മാറും? എക്സിൻ്റെ സ്ഥാനത്ത് 3 വെച്ചു, അപ്പോൾ 4 × 3 എന്നായി. 4x 4x എന്നുള്ളത് 4 × 3, കാരണം എക്സിൻ്റെ സ്ഥാനത്ത് 3 വെച്ചു. ഇനി 5y മൈനസ് 5y എന്നുള്ളത് എന്തായി? വൈൻ്റെ സ്ഥാനത്ത് 2 വെച്ചു, അപ്പോൾ മൈനസ് 5 × 2 എന്നായി അല്ലേ? വൈൻ്റെ സ്ഥാനത്താണ് 2 വെച്ചത്, ഇവിടെ വൈൻ്റെ സ്ഥാനത്ത് 2 വെച്ചു. അപ്പോൾ എന്ത് കിട്ടി? 4 × 3 12, 5 × 2 10, അപ്പോൾ 12 മൈനസ് 10 എന്നായി, അതായത് 2 ആണ്. അപ്പോൾ എന്താണ്? RHS ആണ്. RHS ശരിയായി. റൈറ്റ് ഹാൻഡ് സൈഡ് 2 ആണ്, കണ്ടില്ലേ? നമ്മൾ ഇക്വേഷനിൽ ഇവിടെ 2 അല്ലേ? അപ്പോൾ നമുക്കിത് കിട്ടിയിട്ടും എന്തായി? 2 തന്നെയാണ് കിട്ടിയത്. അപ്പോൾ എന്ത് മനസ്സിലായി? therefore അതുകൊണ്ട് തന്നെ x 3ഉം y 2 എന്നുള്ളത് ഒരു സൊല്യൂഷനാണ്. ഇതൊരു സൊല്യൂഷനാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്കാം. x = 4ഉം y = 1ഉം. അപ്പോൾ എന്തായിക്കാരം? 4x പ്ലസ് മൈനസ് 5y എന്നുള്ളതാണ്. അപ്പോൾ എക്സിൻ്റെ സ്ഥാനത്ത് എന്താ വെച്ച് കൊടുക്കേണ്ടത്? 4 ആണ്. അപ്പോൾ 4 × 4. ഇനി വൈൻ്റെ സ്ഥാനത്ത് 1, 5 × 1, കണ്ടില്ലേ? 5y എന്നുള്ളത് 5 × 1. അപ്പം 4 × 4 എത്രയാണ്? 16 ആണ്. 5 × 1 5 ആണ്. അപ്പോൾ 16 മൈനസ് 5 11 ആണ്. പക്ഷേ ഇവിടെ എത്രയാണ് ഉത്തരം? ശരിക്കുള്ള ഉത്തരം ഇവിടെ 2 ആണ്. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടിയ ഉത്തരം എന്താണ്? 11 ആണ്. അപ്പോൾ ഇത് കിട്ടി റൈറ്റ് ഹാൻഡ് സൈഡ് 2 ആണ്. പക്ഷെ അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഈക്വൽ ആയില്ല. ഈക്വൽ ആക്കുമ്പോൾ നമുക്ക് എന്ത് പറയാം? എക്സ് 4 സങ്കല്പിച്ച് y 1 ആയാൽ എന്തായാലും അതൊരിക്കലും സൊല്യൂഷൻ അല്ല. കാരണം സൊല്യൂഷൻ ആകുമ്പോൾ എന്തായിരിക്കും? ഈ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും ഈക്വലായി വരും. ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് 11 ആണ്, റൈറ്റ് ഹാൻഡ് സൈഡ് 2 ആണ്. അവ രണ്ടും ഈക്വൽ അല്ല. അതുകൊണ്ട് x 4 y 1 എന്നുള്ളത് എന്തല്ല? സൊല്യൂഷൻ അല്ല. ഓക്കെ, ചെക്ക് യുവർ പ്രോഗ്രസ് ചെയ്തു വരും കേട്ടോ. ഓക്കെ, എല്ലാം ചെയ്തു തരാം. സിമ്പിളാണ്, അതുകൊണ്ട് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ശരിക്കും ചെയ്തു തരാം. ഓക്കെ, ഇനി നമുക്ക് ഗ്രാഫ് ഓഫ് എ ലീനിയർ ഇക്വേഷൻ 2 വേരിയബിളാണ്.